അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അംബർല സ്കേർട്ടിൻ്റെ. അപ്പോൾ നമുക്കിതിന്ന് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നല്ല വശം, ഇതിപ്പോൾ 2 പീസായിട്ടാണല്ലേ, ഇതിൻ്റെ നല്ല വശവും നല്ല വശവും കൂട്ടിപ്പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് കെട്ടിട്ട് കൊടുത്തിട്ട് അടിച്ചു തുടങ്ങാം. ഈ തീരുമ്പോൾ ഇവിടെയും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് എലാസ്റ്റിക് അല്ലേ വെക്കണേ, അതുകൊണ്ട് തന്നെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകണേ. വള്ളി ഒക്കെ വെക്കുന്നെങ്കിൽ നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 സൈഡും ഒരുപോലെ അടിച്ചു വിടുക താഴേക്ക്. 2 സൈഡും കൂട്ടിയടിക്കും. ഇപ്പം 2 സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പടി വെച്ച് കൊടുക്കാം. പടി വെക്കുമ്പോൾ ഇതിപ്പോൾ ചീത്ത സ്ഥലത്തുനിന്ന് പടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നല്ല വശത്തേക്ക് മടക്കിയിട്ട് ഇങ്ങനെ, അതായത് പടിയുടെ നല്ല സ്ഥലം ഇതിൻ്റെ ചീത്ത സ്ഥലത്ത് ഇങ്ങനെ, എന്നിട്ട് ഇത് പാവാടേൻ്റെ നല്ല സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടക്കിയിരിക്കും. ഈ ഒരു കൂട്ടിയടിച്ചത് അവിടെ തൊട്ടാണ് തുടങ്ങണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കെട്ടിയിട്ടിട്ട് തയ്ച്ച് തുടങ്ങാം. കെട്ടിട്ടിട്ട് അടിച്ചാം. അരയിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അടിച്ച് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2 ഇഞ്ച് ആയിരുന്നല്ലോ പടിക്ക് തുമ്പ് അധികം ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ അത് കറക്റ്റാണ്. അത് രണ്ടും കൂടി ഇങ്ങനെ അരയിഞ്ച് ഇങ്ങനെ കൂട്ടിയടിച്ചു. ഓക്കെ, അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 6 ഇഞ്ച് കൂട്ടിയടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ല സ്ഥലത്തേക്ക്. നല്ല വശമായപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിങ്ങനെ 1 ഇഞ്ചിലെ പടി വേണ്ടേ, ആ 1 ഇഞ്ച് വീതിക്ക് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതിനകത്ത് എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പാവാട ഇവിടെ റെഡിയാവും. നമുക്ക് എലാസ്റ്റിക് 2 രീതിയിൽ വെക്കാം. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇത് പടി മടക്കി അടിക്കുന്ന കൂടത്തിൽ ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആദ്യം പടി അടിക്കുക, അതിനുശേഷം എലാസ്റ്റിക് മാത്രം ഉള്ളിൽ കൂടി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എലാസ്റ്റിക് 2ാമതാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതൊന്ന് മടക്കി വെച്ചിട്ട്, ഇതിപ്പം നല്ല വശമാണ് കേട്ടോ, നമുക്ക് അടിക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് ഭാഗം കാണുന്ന സ്ഥലത്ത് നമുക്ക് നന്നായി നീറ്റായിട്ട് മടക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വേണം നമ്മൾ, ഇതുവരെയാണ് എലാസ്റ്റിക് കയറ്റാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇവിടെ കെട്ടിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്ന് കുത്തിയിട്ട് ഇതിനുള്ളിൽ കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതാണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയടിച്ചു. ഞാനിവിടെ 1 ഇഞ്ച് പടിക്കൊരു 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. നമുക്ക് എലാസ്റ്റിക് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്, ആ സ്ഥലം കൂടെ ഇതാണ് ഇങ്ങനെ കൂട്ടിയടിച്ചു കൊടുക്കാം. എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കൂടി മടക്കി അടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ. പാവാട റെഡിയാവും. ഇത് അടിച്ചു കൊടുക്കാം. അംബർല സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ അടിഭാഗം അടിക്കുമ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് വരണമെങ്കിൽ ഇതിപ്പോൾ സാധാ മെഷീനിൽ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഏറ്റവും കുഞ്ഞതായിട്ട് മടക്കാം. എത്രത്തോളം കുഞ്ഞായിട്ട് മടക്കാൻ പറ്റുന്നോ അത്രയും കുഞ്ഞായിട്ട് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്ഷമയോടെ അടിക്കണം എന്ന് മാത്രം.
പക്ഷെ അടിച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിത് വളരെ കുഞ്ഞായിട്ട് മടക്കി അടിക്കുമ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ നോർമൽ മെഷീനിൽ അമ്പർല അടിക്കുമ്പോൾ കുഞ്ഞായിട്ട് മടക്കി അടിക്കുന്നതിനൊപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കൂടെ ചെറിയ സ്റ്റിച്ചിൽ ഇട്ടിട്ട് അടിക്കുക. അതായത് ഈ ഒരു 30-നും 15-നും ഇടയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചാൽ കുറച്ചും കൂടി കുഞ്ഞി സ്റ്റിച്ച് വരും. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നമ്മുടെ സ്റ്റിച്ച് വരും. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണ് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. ഇനി നൂലിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആക്കിയിട്ട് അടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് മോൾക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.